കാണുന്നുണ്ട് കേട്ടോ. കഴിയുമ്പോൾ ഇടയ്ക്കുന്ന പടമാണ് അടിപൊളി കഴിയുമ്പോൾ ഇത് വീശി ഒഴുകി കണ്ടില്ല പെട്ടെന്ന് ഇത് അടിപൊളി നിർത്ത് നിർത്തില്ല കേട്ടോ. ഈ നോക്കാൻ നോക്കുന്നത് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു വേൾഡ് 360. എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മളെ വീശാൻ പോകാം കേട്ടോ. നമ്മുടെ പാടമൊക്കെ മൊത്തം വറ്റിയിട്ടുണ്ട്. പാടത്തിൻ്റെ എഞ്ചിൻ ചാലിൽ അത്യാവശ്യം മീനുണ്ടെന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ട് നമ്മൾ വീശാൻ പോകാം കേട്ടോ. എന്തേ നമ്മൾ പാടത്തിൻ്റെ വരമ്പേ കൂടെയാണ് പോകുന്നത്. മറ്റെന്തേ വലയൊക്കെ ആയിട്ട് ഫ്രണ്ടേ പോകുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം സമയമായി കേട്ടോ. വിതച്ചതല്ല, വടം പറ്റിച്ചപ്പോൾ കാള കിളിക്കുന്ന കേട്ടോ. വറ്റിച്ചിട്ട് കുറച്ചായി, നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ. എന്തായാലും മീനുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അറിവ്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ. അപ്പം നമ്മുടെ എഞ്ചിൻ ചാലിൻ്റെ തുടക്ക സ്ഥലമാട്ടോ ഇത്. എഞ്ചിൻ ചാലിൻ്റെ വരമ്പിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ എഞ്ചിൻ ചാല് തുടങ്ങുന്നത് കേട്ടോ. കണ്ടതിലൊക്കെ വരമ്പൊക്കെ വെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുക. ഇവിടുന്ന് കുറേ കൂടെ ചെല്ലുമ്പോഴാണ് നമ്മൾ വീശാൻ പോകുന്ന സ്ഥലം. അല്ലേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കൊക്കും പക്ഷികളും പാരപ്പറന്ന് നടപ്പുണ്ട്. എന്നാലും നമുക്കിനി സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മൾ എഞ്ചാലിൻ്റെ വരമ്പേ കൂടെ കേട്ടോ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലിൽ വെള്ളം തീരെ കുറവാണ്. മീൻ എന്തായാലും കാണും കേട്ടോ. എന്ത് മീനായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കണ്ടത്തിൽ കിടന്ന മീൻ മൊത്തം ഇപ്പം എന്തായാലും ചാലിൽ ചാടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൽ മീൻ പിടിക്കാൻ വരുന്നത്. സമയ സാഹചര്യമൊക്കെ ഒത്തു വരുമ്പോഴല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത്രയും താമസം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ചാലിൻ്റെ എല്ലാ പാടത്തു നിന്നുള്ള തോട് വന്ന് ചാടുന്നത് ഇവിടെ കേട്ടോ. ഏകദേശം നമ്മുടെ എഞ്ചിൻ തറയാണോ നേരെ കാണുന്നത്. അപ്പം ഇവിടം കൊണ്ടാണ് എഞ്ചിൻ ചാല് വന്ന് നിൽക്കുന്നത് കേട്ടോ. നമ്മളിവിടെയാണ് വീശാണ്ട് പ്ലാൻ ചെയ്തത്. വരമ്പൊക്കെ നല്ല മോശം കേട്ടോ, മൊത്തം ചെളിയാണ്. എന്തായാലും സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീശി നോക്കാം കേട്ടോ. അപ്പം തോട്ടിൽ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ വല റെഡിയാക്കുന്നുണ്ട്. അതിന് വീശാനായിട്ട് ഒരുങ്ങും കേട്ടോ. അല്ലേ നമ്മൾ വന്നിട്ട് ആദ്യത്തെ വല വീശിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ പൊടിമീൻ വലയുടെ മേളിൽ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ. വയമ്പാണ്. എഞ്ചാലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വല ചെറുതായിട്ടൊന്ന് ഇടയ്ക്കിട്ടുണ്ട്. അച്ഛൻ്റെ ഇറങ്ങി ഉടക്കെടുത്ത് ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തെങ്ങും കുറ്റിയുണ്ട് കേട്ടോ. അതിലാണ് വല കയറി ഉടക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വല വീശിന് വലിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഇതിൽ അത്യാവശ്യം വഴമുണ്ട് കേട്ടോ. കണ്ടോ, ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. ആദ്യത്തെ വലയാണ്. കുറച്ച് വയമ്പ് കിട്ടിയിട്ടുണ്ട്, എങ്കിലും നല്ല അടിപൊളി വയമ്പാണ് കേട്ടോ. വല കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി വയമ്പ് കേട്ടോ. വല നിറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. കണ്ടോ, നല്ല അടിപൊളി വയമ്പാണ്. കണ്ടോ, വെട്ടി വറക്കാനും പീരയ്ക്കും നല്ല അടിപൊളി സാധനം കേട്ടോ. പൊടിമീൻ്റെ ടൈപ്പിൽ പെടുന്ന ഐറ്റമാണ്. അപ്പം അടുത്ത വല അടിപൊളിയായിട്ട് തോട്ടിൽ വീശാൻ മാക്സിമം കൊള്ളിച്ച് വീശിയിട്ടുണ്ട് കേട്ടോ. വയമ്പൊക്കെ വലയുടെ മേളിൽ കൂടെ ചാടി പോകുന്നുണ്ട്.
പക്ഷെ വല നിറഞ്ഞ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇത്രയും നേരമായിട്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതെ എന്തോ മീൻ വലയിലടിച്ച് പുല്ലിയിട്ടുണ്ട്. മറിയാത്തുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞോളൂ. നമ്മുടെ വലയ്ക്ക് വെയിറ്റ് കുറവാണ്. വലമണി പൊക്കി ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വലയിൽ അത്യാവശ്യം മീൻ കാണുന്നുണ്ട് കേട്ടോ. വയമ്പാറില്ല അടിപൊളിയായിട്ട് കുറച്ച് വയം കിട്ടിയിട്ടുണ്ട്. മുഴുത്ത മീനുണ്ടായിരുന്നത് മണി പൊക്കി ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വയമ്പ് വേണ്ട ഇടയ്ക്കുന്ന പെട കണ്ടോ. നല്ല അടിപൊളി വയമ്പ് കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. കണ്ട വല മൊത്തത്തിലങ്ങ് കുടഞ്ഞെടുക്കാം കേട്ടോ. അപ്പം വല മൊത്തത്തിൽ ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മുഴുത്ത വയമ്പ് തന്നെയാണ്. കണ്ടോ അതെ അതെ തിളങ്ങുന്നുണ്ടോ. നല്ല അടിപൊളി വയമ്പ് കേട്ടോ. നമ്മളിത് പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും വന്നത് വെറുതെ ആയില്ല. അപ്പം വല പറഞ്ഞെടുത്ത് വയമ്പ് എടുക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ വയമ്പുണ്ട് കേട്ടോ. നമുക്കിത് മൊത്തം എനിക്ക് പാത്രത്തിലുണ്ടാക്കാം. രണ്ട് അടുത്ത വല കണ്ട. അതുകൊണ്ട് നമ്മുടെ വിനായകനാവി അപ്പുറത്ത് ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. അടുത്ത വല അടിപൊളിയായിട്ട് വീശിയിട്ടുണ്ട്. കാര്യമായിട്ട് വലിയ മീനുകളൊക്കെ ഒന്നും കാണുന്നില്ല കേട്ടോ. ചെറിയ തോതിൽ മീനുണ്ടെന്നേ ഉള്ളൂ. അത്ര കാര്യമായിട്ടൊന്നും മീനെ ഇതുവരെ നമ്മൾ കണ്ടില്ല കേട്ടോ. എന്തായാലും ഒരു വല വീശി അച്ഛനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യമോ കല്ലടയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർന്നകത്തുനിന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ. ചേർന്നകത്ത് പൊങ്ങി വന്ന് നേരെ വലയുടെ കണ്ണിൽ ഉടക്കിയിരിക്കും. നമുക്ക് കിട്ടാൻ ഇച്ചിരി കൂടി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ചേറിൽ പുല്ല് പോകുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വല വലിച്ച് നോക്കാം. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വല ഇങ്ങ് വലിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മീൻ അതുപോലെ ഉണ്ടെങ്കിൽ കാണാടോ. വലിക്കുമ്പോഴേ അറിയാം. അത് കുറച്ച് വയമ്പുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വല അങ്ങ് വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലും കുറച്ച് വയമ്പ് കാണുന്നുണ്ട്. ചെളിയാണോ വലിയ. അപ്പോൾ വലയൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അടിപൊളിയൊരു കല്ലടയുണ്ട്. പിന്നെ ഒരു കാരിപ്പിളുന്നുണ്ട്. പിന്നെ കുറച്ച് വയമ്പും ഉണ്ട് കേട്ടോ. ഇതൊരു അപാര വൈബ് തന്നെ കേട്ടോ. പടിഞ്ഞാറ് അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യൻ, കണ്ടം മൊത്തം പച്ചപ്പ്, ചെറിയ നല്ല കാറ്റ്, നല്ല പാടത്തിൻ്റെ വരമ്പേക്കുള്ള നടപ്പ്, എല്ലാം കൊണ്ടും നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നമ്മൾ നോക്കിയത് കണ്ണൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് അച്ഛൻ വന്ന വഴിക്ക് ഒരു വല വീശാന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തൊരു വല വീശി നോക്കണം. നമ്മൾ വരുന്ന വഴിക്കൊക്കെ തോട്ടിൽ നല്ല രീതിക്ക് മീൻ മറിയുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് അച്ഛനൊരു വല വീശാന്ന് പറഞ്ഞത്. എന്തായാലും വീശിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ചേറുണ്ട് കേട്ടോ വല വലിക്കുമ്പോൾ. ഈ വല നമുക്ക് നഷ്ടമായിട്ടില്ല കേട്ടോ. എന്തായാലും വയമ്പുണ്ട്. കണ്ടോ വയമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. വല വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കണ്ടോ ചേറാണ് കേട്ടോ. വല നല്ല രീതിക്ക് കുടഞ്ഞെടുത്താലേ നമുക്ക് മീൻ ശരിക്കും കാണാൻ പറ്റുള്ളൂ. എന്തോ കിടന്നടിക്കുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വല നല്ലപോലെ ഒന്ന് കഴുകി ഇങ്ങ് എടുക്കുന്നുണ്ട്. കഴുകി കഴിയുമ്പോൾ നമുക്ക് മീൻ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെ വല കഴുകി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിലും ഒരുപാട് മീനൊന്നും പറയാനില്ല. നമ്മൾ കണ്ട കണക്കൊന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി ഒരു കല്ലടയും അതുപോലെ തന്നെ നമ്മുടെ വരാലിൻ്റെ കുഞ്ഞാട്ടോ. അത്യാവശ്യം കുറച്ച് പൊടിമീൻ ഈ വലയിലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും വല നമുക്ക് കുടഞ്ഞെടുക്കാം. അപ്പം കണ്ട നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല അടിപൊളി ഒരു വരാലിൻ്റെ കുഞ്ഞുണ്ട്. കണ്ട അവൻ കയ്യിൽ നിന്ന് വഴുതി പോകാം കേട്ടോ. നമുക്ക് അവനെ എടുത്ത് കളഞ്ഞേക്കാം. ജീവിക്കട്ടെ. നല്ല മുഴുത്ത
വള്ളത്തിയുണ്ട്, കുറച്ച് വയമ്പുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കല്ലട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വലയിൽ. 4 സൈഡിൽ നിന്ന് വന്ന് ചേരുന്ന സ്ഥലമാണ് കേട്ടോ. വയമ്പൊന്നുമല്ല, അത് വട്ടക്കാളിയാണ് മൊത്തം. വലയുടെ ഒറ്റ കണ്ണിയില്ലാതെ നിറഞ്ഞ് വട്ടക്കാളി അടിച്ചിട്ടുണ്ട് കേട്ടോ. അതന്നെ ഇത് വട്ടക്കാളിയോ? തക്കാളി വീട് നമ്മൾ വീട് കണ്ടോ, വട്ടക്കാളിയാണ് കേട്ടോ. ഒറ്റ കണ്ണി വിടാതുകൊണ്ട് വല നിറഞ്ഞുണ്ടെന്ന് വേണം പറയാൻ കേട്ടോ. മുക്കായതുകൊണ്ട് കണ്ടോ തെരച്ച് പോകുന്ന മൊത്തം നല്ല അടിപൊളി വട്ടക്കാളിയാണ്. നമ്മൾ പൂച്ചക്കുഞ്ഞിന് തീറ്റ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഉപകാരമില്ല. അതൊരു മീനാണ്. പൂച്ചക്കുഞ്ഞ് വട്ടക്കാളിയോ? പൂച്ചക്കുഞ്ഞിന് വട്ടക്കാളിയല്ലേ ചോറ് കൊടുക്കുന്നത്, അവനത് തിന്നും. പൂച്ചക്കുഞ്ഞ് വട്ടക്കാളി ആ ശീമപ്പൂച്ച തിന്നും. മറ്റേ തന്നെ എന്നെ കിട്ടിയാലും തിന്നുമല്ലോ. ദൂരം പിടിക്കാൻ ആ പാലത്തിൽ ചൂണ്ടെടുത്തുണ്ടോ അവിടെ അറിഞ്ഞിട്ട് പിടിക്കാം. ഞാൻ വറക്കാനുള്ള വട്ടക്കളി ഇട്ടിട്ടുണ്ട്. അപ്പം പണിക്ക് പോകണോ, വല വലിച്ച് കാര്യം കയറിയിട്ടുണ്ട്. അത്യാവശ്യം മീനുണ്ടോ അവിടെ, വള്ളത്തിയൊക്കെ കിടപ്പുണ്ട്. ആ കൂടെ തന്നെ നല്ല രീതിക്ക് വട്ടക്കാളി ഉണ്ട് കേട്ടോ. വല നിറഞ്ഞ വട്ടക്കാളിയാണ്. വല കുടഞ്ഞെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വള്ളത്തിനെ കാണിച്ചു തരാം കേട്ടോ. അതെ, അച്ഛൻ വല കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് മീൻ ഉണ്ട്. വട്ടക്കാളി ബാക്കിയുള്ള മീനൊക്കെ കഴിഞ്ഞ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം പള്ളത്തിൽ ചടയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. ആ കൂടെ തന്നെ കല്ലടയും പരലുമായിട്ട് കുറച്ച് മീൻ എന്തായാലും കുടഞ്ഞെടുക്കാം കേട്ടോ. അവനെ കിടക്കുന്നുണ്ടോ നമ്മുടെ അടിപൊളി പള്ളത്തി കേട്ടോ. കണ്ടോ, അടിപൊളി മുഴുത്ത വള്ളത്തിയാണ്. ഇതെല്ലാം നമ്മൾ തിരിഞ്ഞ് പെറുക്കി എടുക്കേണ്ടി വരും. ഞാൻ കൂടെ കല്ലടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേറാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തപ്പി എടുക്കുന്നതാണ് കേട്ടോ കഷ്ടം. കണ്ടോ നല്ല അടിപൊളി വള്ളത്തി കേട്ടോ. നല്ല മുഴുത്ത വള്ളത്തി തന്നെയാണ്. ആ കൂടെ അടിപൊളി കല്ലടയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മൊത്തം ഒന്ന് തിരിഞ്ഞ് പെറുക്കി ഇങ്ങനെ എടുക്കാം. അപ്പോൾ സന്ധ്യയായി വരുന്നുണ്ട്. നമ്മളോട് കണ്ണൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ റെഡിയായിട്ടുണ്ട്. അച്ഛൻ്റെ വലയായിട്ട് ഫ്രണ്ടായി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കണ്ട കേട്ടോ, ആകെ ഇത്ര ഏരിയ ഉള്ളൂ. ചെറിയൊരു സ്പേസിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇഷ്ടംപോലെ വയമ്പ് തിളങ്ങുന്ന കാണുന്നുണ്ട്. അച്ഛൻ നിന്ന് ചെറുതായിട്ടൊന്ന് ഒറ്റിയിടാൻ പോകാം കേട്ടോ. ഉള്ളത്ര സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് ഒറ്റിയിട്ടിട്ടുണ്ട്. എന്നാ കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വയമ്പ് തിളങ്ങുന്ന നമ്മൾ കണ്ടാണ്. അത്യാവശ്യം ഇപ്പോൾ വലയിൽ നമ്മൾ കാണുന്നുണ്ട്. ചപ്പും ചോറുള്ള കാരണം കരയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. ഞാനിത് വല പഠിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. വയമ്പ് ഉണ്ട്, വയമ്പ് കേട്ടോ. വെള്ളത്തിൻ്റെ ഒഴുക്കിന് കയറി നിന്നാണ്. പക്ഷെ നല്ല രീതിയിൽ ചപ്പുണ്ട് കേട്ടോ. ആ കൂടെ കുറച്ച് മീനുണ്ട്. അല്ല അടിപൊളി ഒരു കല്ലട കുറച്ച് വയമ്പും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറിക്ക് ഇട്ട് കുടഞ്ഞു നോക്കാം. അപ്പം കരകോട് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കുടഞ്ഞു നോക്കാം കേട്ടോ. അങ്ങനെ വല കുടഞ്ഞ അച്ഛൻ എടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് വയമ്പും അതുപോലെ തന്നെ മുഴുത്തൊരു കല്ലടയും വലയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായാലും കുടഞ്ഞിട്ടിട്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ വരമ്പഞ്ചാലിനകത്ത് കണ്ട മീനാട്ടോ, ഒറ്റയിട്ട് പിടിച്ചാണ്. അടിപൊളി 2 കല്ലടയുണ്ട്, ഒരെണ്ണം ചാടി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വറയ്ക്കുള്ള മീൻ ഈ ഒരു ചെറിയ വരമ്പഞ്ചാലിയും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അച്ഛൻ പെറുക്കി ഇടുന്നുണ്ട്. കണ്ട ഇനി കിടപ്പുണ്ട്, നമുക്ക് പെറുക്കി ഇടാം കേട്ടോ. നമ്മുടെ ബാറ്ററി എന്തായാലും ലോ ആണ്, ഇപ്പം ഓഫാകും. അപ്പം നമ്മൾ കരയ്ക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം വീശുന്ന തോടാണല്ലോ. വെള്ളം പറ്റി മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടത്തിൽ നിന്ന് കുറച്ച് വരാലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വെറുതെ ഒന്ന് വീശി നോക്കുക കേട്ടോ. നമ്മൾ എന്തായാലും ഒരു നീർക്കോലി വീണിട്ടുണ്ട് വലയിൽ. കണ്ടോ വലയിൽ നീർക്കോലി കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ അതുപോലെ തന്നെ മീനും വന്ന് അടിക്കുന്നുണ്ട്. വയമ്പായിരിക്കും. നീർക്കോലി കിടന്ന് അടിക്കുന്ന അടി കണ്ടോ. നമ്മൾ വീശി ഒഴുകി കണ്ടില്ല പെട്ടെന്ന് കണ്ടോ വരാൽ വന്ന് അടിക്കുന്നുണ്ടോ ചാര കടയിൽ. ഇറങ്ങി പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. കണ്ടോ ഒന്ന് അടിക്കുന്നുണ്ടോ. അതിൽ നീർക്കോലി ഉണ്ട് കേട്ടോ. കടി കിട്ടാതെ സൂക്ഷിച്ചാൽ ഭാഗ്യം.
അടിപൊളി ഒരു വരാലുമുണ്ട്. അതേപോലെ തന്നെ കണ്ടോ നല്ല അടിപൊളി ഒരു മുഴുത്ത നീർക്കോലി കേട്ടോ, നല്ല സൈസ് ഒരു നീർക്കോലി. നമ്മളെ നേരെ ചീറ്റി നിൽക്കുകയാണ്, ഇറങ്ങി പോകുന്നില്ല കേട്ടോ. നമുക്ക് പേടിയുണ്ട്. കണ്ടോ ഒന്ന് പോക്കണം കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ഒരു നീർക്കോലിയാണ് കേട്ടോ. കയറി അങ്ങ് പോകുന്നുണ്ട്. വലയിൽ അടിപൊളി ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുടഞ്ഞ് അത്രയും അങ്ങോട്ട് വലിയ സൈസൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാൻ നല്ലൊരു നാടൻ വരാലാട്ടോ. കണ്ടോ അപ്പോൾ നമ്മൾ ഇപ്പം വലയിൽ കിട്ടി നല്ല അടിപൊളി ഒരു നാടൻ വരാൽ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചെറുന്തൊക്കെ ഉണ്ടായിരുന്നു, വല വലിച്ച് വന്ന് വഴി അവന്മാർ പോയിട്ടുണ്ട്. അവനെ നമ്മൾ പാത്രത്തിലാക്കി. അപ്പോൾ എന്തായാലും ഇനി ഇതോടുകൂടി നമ്മൾ വലവീശൽ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ മൊത്തം നമ്മൾ കഴുകി ഫ്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇത്രയും മീനാണ് നമ്മൾ വീട്ടിലോട്ട് എടുത്തിരിക്കുന്നത്. ബാക്കി വന്ന വഴിക്ക് നമ്മൾ 2-3 വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം വയമ്പും അതേപോലെ തന്നെ ഒരു വരാലും കല്ലടയും മാത്രമേ എടുത്തിട്ടുള്ളൂ. കല്ലടയും 2 ചെറുതെടുത്തിട്ടുള്ളൂ കേട്ടോ. അബദ്ധത്തിൽ പെട്ടുപോയതാണ്, നമ്മൾ എടുത്തതല്ല, അബദ്ധത്തിൽ പെട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മീൻ നമ്മൾ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വന്ന വഴിക്ക് വേറെ വീടുകളിലൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഹാപ്പി ഫിഷിംഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.